ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റുകളാണ് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വിഷയങ്ങൾ ഇറാന് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്ന വാർത്തകളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അത് വേറൊന്നുമില്ല, മാസമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഒന്ന്, F-35 അമേരിക്കയുടെ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ്. ഈ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിനെ ഇറാൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ആൻറ്റി എയർക്രാഫ്റ്റ് ഫയർ, ഇത് മിസൈലാണോ അല്ലെങ്കിൽ എന്താണെന്നുള്ളതിനെക്കുറിച്ച് അമേരിക്ക വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ എമർജൻസി ലാൻഡിംഗ് നടത്തിയിട്ടുണ്ട് F-35. പൂർണ്ണമായിട്ട് ഇറാൻ F-35 അടിച്ച് വീഴ്ത്തിയോ എന്ന് ചോദിച്ചാൽ അടിച്ച് വീഴ്ത്തിയില്ല. പക്ഷേ എന്തൊക്കെയോ സ്ലൈറ്റായിട്ട് ഒരു ചെറിയ ടച്ച്, ഒരു ചെറിയ രീതിയിൽ ഒരു അറ്റാക്ക് അതിൻ്റെ മേളിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ F-35 എമർജൻസി ആയിട്ട് മിഡിൽ ഈസ്റ്റിലെ ബേസിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഹിറ്റ് ബൈ ആൻറ്റിക്രാഫ്റ്റ് ഫയർ എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഹിറ്റ് ബൈ ആൻറ്റിക്രാഫ്റ്റ് ഫയർ ഡ്യൂറിങ് മിഷൻ ഇൻ ഇറാൻ എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് ആരാണ് കൺഫേം ചെയ്തെന്ന് പറഞ്ഞാൽ ടിം ഹോക്കിൻ, സെൻകോമിൻ്റെ സ്പോക്സ് പേഴ്സൺ ആണ് ഇത് കൺഫേം ചെയ്തിരിക്കുന്നത്. അതായത് പൂർണ്ണ കൺട്രോളിൽ തന്നെയാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. അടിച്ച് വീഴ്ത്തി എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഇനി വരും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വലിയ വലിയ തമ്പനയിലുകളൊക്കെ ഇനി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും ഇതിൻ്റെ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ സ്ഥിതിഗതികൾ. ശരിക്കും ഒരു ചെറിയ ഹിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് ആ ഫ്ലൈറ്റിനെ തകർക്കുന്ന തരത്തിലുള്ള ഹിറ്റല്ല. സേഫായിട്ട് മിഡിൽ ഈസ്റ്റിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. പൈലറ്റ് സേഫാണ്. ഇതാണ് പ്രാഥമികമായിട്ട് സെൻകോമിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സെൻകോം ഇത് പുറത്ത് പറയും. കാരണം ഇറാനെ പോലെയല്ല അമേരിക്ക, അല്ലെങ്കിൽ മറ്റുള്ള രാജഭരണങ്ങൾ നടക്കുന്ന രാജ്യങ്ങളെ പോലെയല്ല അമേരിക്കയ്ക്ക് ഇത് പുറത്ത് പറഞ്ഞേ പറ്റൂ. പുറത്ത് പറയാതെ ഇത് മെയിൻ്റനൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഫണ്ട് പാസ്സാക്കാനോ ഒന്നിനും സാധിക്കില്ല. ഇതിൻ്റെയൊക്കെ ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടി വരും. കാരണം അവിടെ ഒരു കോൺഗ്രസ് ഉണ്ട്, അതുപോലെ തന്നെ US സെനറ്റ് കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ അപ്രൂവൽ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. അതുകൊണ്ടാണ് പലതരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ വരുമ്പോഴത്തേക്കും നമ്മൾ ആ ന്യൂസിൻ്റെ ക്ലാരിറ്റി അന്വേഷിക്കുന്നതും അത് സത്യസന്ധമായിട്ടുള്ള വാർത്തയാണോ എന്ന് തിരയുന്നതും. ഇപ്പോൾ F-35 ചെറിയൊരു ഹിറ്റ് ഇറാൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. F-35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ ജെറ്റ്, സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. F-35 ചരിത്രത്തിൽ ഇതുവരെ ഒരു ആൻറ്റിക്രാഫ്റ്റ് ഹിറ്റ് കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഇറാന് വേണമെങ്കിൽ ആഘോഷിക്കാം. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ഒരു ഷാർപ്പ് ഹിറ്റാണ് കിട്ടിയിരുന്നുണ്ടെങ്കിൽ അത് ഇറാൻ്റെ ഉള്ളിൽ തന്നെ പൊട്ടി വീണേനെ. അപ്പോൾ അങ്ങനെ ഇറാൻ്റെ ഉള്ളിൽ നിലംപതിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അത് ഇതിനേക്കാളും വലിയ നാണക്കേടായിട്ട് മാറിയേനെ. പക്ഷേ എന്നാലും ഇതിപ്പോൾ സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ണും പൂട്ടി കുറേ എണ്ണം അങ്ങനെ വിട്ടപ്പോഴത്തേക്കും അബദ്ധത്തിൽ കൊണ്ടതാണോ നമുക്കറിയില്ല. പക്ഷെ സംഭവം എന്തായാലും ഉഷാറായിട്ടുണ്ട്. അതുപോലെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ദ ബാസൻ റിഫൈനറി, ഈ ബസൻ ഓയിൽ റിഫൈനറി എന്ന് പറയുന്നത് ഹൈഫ പോർട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഓയിൽ റിഫൈനറിയാണ്. ഇതിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹിറ്റ് ഇറാൻ നടത്തിയിട്ടുണ്ട്. בתי זיקוק בחיפה. אלוהים ישמור. איזה בום היה, חבל על הזמן, יש שם שריפה גדולה. അതായത് ഇസ്രായേലിന്റെ ഉള്ളിൽ 40% ഓയിൽ സപ്ലൈ ഇന്ററപ്റ്റ് ആവുന്ന ഒരു ആക്രമണമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ നിന്ന് കത്തുന്നുണ്ട്. ഇത് ഇസ്രായേലിന് ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്ന ഈ ഒരു ഹിറ്റ്. നോർത്തേൺ ഇസ്രായേലിന്റെ ഭാഗത്ത് സസ്റ്റൈൻഡ് ഡാമേജ് എന്നാണ് വിലയിരുത്തുന്നത്. സസ്റ്റൈൻഡ് ഡാമേജ്, ദ ലേറ്റസ്റ്റ് ഇറാനിയൻ മിസൈൽ അറ്റാക്ക്, അങ്ങനെ തന്നെയാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഹൈഫ ഏരിയയിൽ ചില മേഖലകളിൽ കറണ്ട് ഇല്ല, പവർ സപ്ലൈ ഇല്ല എന്നും കൂടി പറയുന്നുണ്ട്. 2 ബിൽഡിങ്ങും വാഹനങ്ങളും നശിച്ചിട്ടുണ്ട്. പിന്നെ വലിയ രീതിയിലുള്ള ഹസാഡസ് ആയിട്ടുള്ള ലീക്കേജ് ഒന്നും സംഭവിക്കുന്നില്ല. ചില മിസൈലുകളൊന്ന് പതിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള ഗ്യാസ് ഫോം ആകും, പലതരത്തിലുള്ള ഹസാഡസ് കെമിക്കൽസ് ലീക്ക് ആവും. അത്തരത്തിലുള്ള ഹസാഡസ് ആയിട്ടുള്ള എലമെന്റ്സ് ഒന്നും ഇതിനകത്ത് ഇല്ല എന്നും കൂടി പറയുന്നുണ്ട്. ഒരു പവർ ഗ്രിഡിന് സ്ലൈറ്റ്ലി ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാൻ പറ്റുമെന്നാണ് ഇസ്രായേലിന്റെ എനർജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ മിനിസ്റ്റർ ഏലി കോഹൻ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓൾറെഡി തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിക്കവറി പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞു. വളരെ ഫാസ്റ്റ് ആണ്. ഒരു സിവിലിയൻ ബിൽഡിങ്ങിൽ കിരിയത് ഷിമോനായിൽ നോർത്തേൺ ഇസ്രായേലിന്റെ ഭാഗത്ത് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് പതിച്ചിട്ടുണ്ട്. 4 പേർക്ക് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. ഒരു 60 വയസ്സുള്ള ഓൾഡ് മാൻ സിവിയർലി ഇഞ്ചൂർഡ് ആണ്. സീരിയസ്ലി ഇഞ്ചൂർഡ് വിത്ത് അബ്ഡോമിനൽ ട്രോമ. പിന്നെ ഒരു 70 വയസ്സുള്ള സ്ത്രീ, അവർ മോഡറേറ്റ് ആണ് അവരുടെ ഇഞ്ചുറി. 20 വയസ്സ് പ്രായമുള്ള 2 യുവാക്കൾ, അവർ സ്ലൈറ്റ്ലി ഇഞ്ചൂർഡ്. ഇതാണ് 4 പേരുടെയും കണ്ടീഷൻ. ഇസ്രായേൽ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഇറാന്റെ ഉള്ളിൽ നടത്തുന്ന ആക്രമണങ്ങളുടെ കണക്കുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട്
പുറത്തിറക്കിയിട്ടുണ്ട്. അതിനകത്ത് അവർ എത്ര മിസൈലുകൾ ഉപയോഗിച്ചു, എത്ര അമ്യൂണിഷൻസ് ഉപയോഗിച്ചു, എത്ര വേവ് ഓഫ് അറ്റാക്ക് നടത്തി എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതൊക്കെ ഒരു സൈഡിൽ നമ്മൾ മാറ്റി വെച്ചാലും ഇസ്രായേൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മിഷൻ തന്നെയാണ് നടപ്പിലാക്കുന്നത്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ഇന്നലെ ഇറാന്റെ സൗത്ത് പാർ ഗ്യാസ് പ്ലാന്റുമായിട്ട് ലിങ്കിലിരിക്കുന്ന ആ ഗ്യാസ് പ്രൊഡക്ഷൻ യൂണിറ്റ് എവിടെയുള്ളത്, സൈലൂയി എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഗ്യാസ് പ്രൊഡക്ഷൻ യൂണിറ്റ് അറ്റാക്ക് ചെയ്തതിൽ ഇറാന് നല്ല രീതിയിലുള്ള കലിയുണ്ട്. ആ കലിപ്പാണ് ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. തുടരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും ഇസ്രായേലും തിരിച്ച് തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ബന്ദർ അൻസാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ, അതായത് തൂത്തുപറക്കി കളഞ്ഞിട്ടുണ്ട്. അതായത് ശരിക്കും അവർ അറ്റാക്ക് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഏരിയ തന്നെ ആക്രമിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിൽ മിസൈൽ സ്റ്റോറേജ് യൂണിറ്റുകൾ, എയർ ഡിഫൻസ് സിസ്റ്റംസ്, നേവൽ ഹെഡ്ക്വാർട്ടേഴ്സ്, പെട്രോളിംഗ് ബോട്ടുകൾ, സെൻട്രൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, ഈ വലിയൊരു സെൻട്രലൈസ്ഡ് ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങും തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. അതുപോലെ അവരുടെ മെയിൻ്റനൻസ് ഓഫീസ്, ഇത്രയും സ്ഥാപനങ്ങൾ കൂടി ചേർന്ന് വലിയൊരു ഗ്രൗണ്ടാണ്. അത് മൊത്തത്തിൽ അടിച്ച് നിരപ്പാക്കിയിട്ടുണ്ട് ഇസ്രായേൽ. ഇതിൻ്റെയൊക്കെ കലിയാണ് ശരിക്കും ഇസ്രായേലിൻ്റെ മേലിൽ ഇന്ന് ഇറാൻ തീർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ അവർക്ക് ഹൈഫയെ കൃത്യമായിട്ട് ഹിറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ മറ്റേത് അമേരിക്കയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് പണി, F-35. ഇത് അമേരിക്കയുടെ മാർക്കറ്റ് വാല്യൂ. ഈ F-35യുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഈ ഫ്ലൈറ്റ് ഓപ്പോസിഷനിൽ നിന്നും ഹിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു വലിയ ക്രെഡിബിലിറ്റി ആയിരുന്നു F-35-ന്. പക്ഷെ ആ ഒരു ക്രെഡിബിലിറ്റിക്ക് ചെറിയൊരു കോട്ടം തെറ്റുന്നതല്ലാണ്ട് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ F-35 ഇപ്പോഴും ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. കാരണം എന്താ വെച്ചാൽ മറ്റുള്ള ഫൈറ്റർ ജെറ്റുകളെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ F-35 ഇപ്പോഴും നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്, അതിൽ യാതൊരു മാറ്റമില്ല. ഈ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട്, ഈ എയർ സ്ട്രൈക്കുമായിട്ട് ബന്ധപ്പെട്ട് നോളജ് ഇല്ലാത്ത ചില ആൾക്കാർ വന്നിട്ട് F-35 അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞെന്ന് വരാം. F-35 നല്ല ഫൈറ്റർ ജെറ്റ് തന്നെയാണ്. ഇന്ത്യ എന്തുകൊണ്ട് F-35നെ ചൂസ് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഇന്ത്യക്ക്. കാരണം ഇന്ത്യയുടെ ഡിഫൻസ് പാർട്ട്ണർഷിപ്പ്, അതേപോലെ തന്നെ നമ്മളുടെ എയർ ഡിഫൻസ് സിസ്റ്റം, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് പരിമിതികളുണ്ട്. കാരണം നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്ന അതിനെ പൂർണ്ണമായ തോതിൽ ഇന്ത്യ വളരെ ഫ്രീഡത്തോടു കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരിക്കണം. അങ്ങനെയല്ല, ഇതിന്റെ കൺട്രോൾ അമേരിക്ക നിലനിർത്തുന്നത് കൊണ്ടാണ് നമ്മളത് വാങ്ങിക്കാത്തത്. നമ്മളിത് വില കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിലും അമേരിക്കയുടെ പെർമിഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യ അതിനെ ചൂസ് ചെയ്യാത്തത്. കാരണം നമ്മൾ എന്തുകൊണ്ട് റഫേൽ ഫൈറ്റർ ജെറ്റിനെ ചൂസ് ചെയ്യുന്നു, നമുക്കെന്നാൽ പിന്നെ F-35 വാങ്ങിച്ചൂടെ എന്നൊക്കെ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ചോദ്യങ്ങൾ ഉയർന്നേക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിയും കൂടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പോയിന്റും കൂടി ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇറാനും തജിക്കിസ്ഥാനും തമ്മിൽ ഒരു ചരക്ക് ഗതാഗത, ഈ തജിക്കിസ്ഥാൻ റൂട്ടിലൂടെ ചരക്കുകൾ മാത്രമല്ല ഡ്രോണും ഇതിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അതായത് തജിക്കിസ്ഥാൻ റൂട്ടിലൂടെ ഇറാൻ അവർക്ക് വേണ്ട ഡ്രോണുകൾ ഇതിലേക്ക് കടത്തിക്കൊണ്ട് വരുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇതിലും കൂടി ഇനി അമേരിക്കയും ഇസ്രായേലും ആ മേഖലയിലും കൂടി ഫോക്കസ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി ഓഫീസറായിട്ട് അലി ലാരിജാനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അയാളുടെ പൊസിഷനിലേക്ക് പുതിയ നാഷണൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇറാൻ. ഹൊസൈൻ ദഗാൻ എന്നാണ് പുള്ളിയുടെ പേര്. ഹൊസൈൻ ദഗാൻ പുതിയ നാഷണൽ സെക്യൂരിറ്റി ചീഫായിട്ട് ചുമതലയേറ്റിട്ടുണ്ട്. ഇസ്രായേൽ ഓൾറെഡി ലിസ്റ്റിൽ നോട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയും കൂടിയാണ്. ഹമാസിൻ്റെ അൽക്കാസിം ബ്രിഗേഡിൻ്റെ തലപ്പത്ത് ചീഫായിട്ട് പ്രവർത്തിച്ചിരുന്ന അഹമ്മദ് ഹംദാൻ അബ്ദുല്ല ലെബനാനിൽ വെച്ച് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു, ചികിത്സയിലായിരുന്നു. പുള്ളി ഇപ്പം മരണപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ ഇന്ന് രാവിലെ 4 ആംഡ് പേഴ്സൺസ് ഹമാസ് സംഘടനയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ഇവർ യെല്ലോ ലൈനിൻ്റെ ബോർഡറിലേക്ക് ആയുധധാരികളായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അത് IDF-നെതിരെ വരുന്നതായിട്ടാണ് പ്രത്യക്ഷത്തിൽ. യെല്ലോ ലൈൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് IDF അതിനെ കൺസിഡർ ചെയ്യുന്നത്. അവർക്ക് നേരെ IDF വെടിയുതിർത്തു. 4 പേരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. യൂറോപ്പ് പെട്ടെന്ന് മലക്കമറിഞ്ഞിരിക്കുകയാണ്. യൂറോപ്പ് മലക്കമറിഞ്ഞതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഞങ്ങൾക്ക് 7 രാജ്യങ്ങൾ, അതായത് G7-നുമായിട്ട് ബന്ധപ്പെട്ട 7 രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെയാണ്. ഇറാൻ വേണ്ട രീതിയിൽ ഞങ്ങളുടെ ഷിപ്പുകൾക്ക് പരിഗണന തരുന്നില്ല, സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഒരു ഫ്രീ പാസേജ് ഒരുക്കുന്നില്ല ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അമേരിക്കയുമായിട്ട് ചേർന്ന് ഇറാനെതിരെ നിലപാടെടുക്കാൻ പോവുകയാണ്. ഞങ്ങൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അവർ റിപ്പോർട്ടായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് കാരണം എന്താണ്? ഇതിന് കാരണം ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ വാർത്ത ഇന്നലെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അമേരിക്ക അവരുടെ ഡിപ്ലോമസിയിൽ, ഫോറിൻ പോളിസിയിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തുകയാണ്. അത് യൂറോപ്പിനെതിരാണ് ആ ചേഞ്ചസ്. റഷ്യയുമായിട്ട് ചേർന്നുള്ള നിലപാടെടുത്തുകൊണ്ട് ചൈനയും യൂറോപ്പിനെയും ഒതുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റീഡിങ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതനുസരിച്ച് ഇപ്പോൾ സ്കോട്ട് ബെസന്റ് കൃത്യമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ റഷ്യയുടെ മേലിലുള്ള എല്ലാ സാങ്ഷൻസും നീക്കാൻ പോവുകയാണ്. അതായത് റഷ്യയുടെ ഓയിലിന് വേണ്ടിയിട്ട്, റഷ്യയുടെ ക്രൂഡ് ഓയിലിന് വേണ്ടിയിട്ടുള്ള സാങ്ഷൻസ് ചില പ്രത്യേക രാജ്യങ്ങൾക്ക് മാത്രമായിട്ട്
നീക്കം ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം ഏത് രാജ്യത്തിന് വേണമെങ്കിലും റഷ്യയുടെ നിന്ന് എണ്ണ വാങ്ങിക്കാം, അത്തരത്തിൽ അവരാക്കിയിട്ടുണ്ട്. അതിനെ തുടർന്ന് റഷ്യയ്ക്ക് മേളിൽ ചുമത്തിയിരിക്കുന്ന മറ്റു മേഖലകളിലുള്ള സാങ്ഷൻസും ഉപരോധം നീക്കം ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് എന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് സ്കോട്ട് ബെസന്റ്, അമേരിക്കയുടെ ഫൈനാൻഷ്യൽ മിനിസ്റ്റർ അഥവാ ട്രഷറി സെക്രട്ടറി. അപ്പോൾ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ വിഷയം കൃത്യമായിട്ട് യൂറോപ്പിന് മനസ്സിലായി. ഇനിയിപ്പം സെലൻസ്കി ഇവിടെ നിരന്തരം പണം വേണം, യുദ്ധം ചെയ്യണം, പണം വേണം, യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സെലൻസ്കി ഇപ്പം എന്ത് തീരുമാനമെടുക്കും? യൂറോപ്പ് ഇപ്പോൾ ഇതാ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലേക്ക് ഫോക്കസ് ചെയ്യാൻ പോകുന്നതായിട്ട് പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, സ്കോട്ട് ബെസന്റിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് യൂറോപ്പിന് ഒരു പേടി തോന്നിപ്പിച്ചിട്ടുണ്ട്. അവരതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് അറിയാം യൂറോപ്പിനെ എങ്ങനെ വരുതിക്ക് വരുത്തണം എന്നുള്ളത്. കാരണം ഇത്രയും കാലമായിട്ട് യൂറോപ്പിന്റെ അടുത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അമേരിക്കയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം യൂറോപ്പിനെ എങ്ങനെ പിടിച്ച് ചങ്ങലയ്ക്കിടണം എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ട് റഷ്യയ്ക്ക് അനുകൂല നിലപാടെടുത്തുകൊണ്ട് യൂറോപ്പിനെ കൃത്യമായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലേക്ക് വരുത്തുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇറാൻ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഖത്തറിന്റെ ഗ്യാസ് പ്ലാന്റുകൾക്ക് മേളിൽ നടത്തിയ അറ്റാക്കിൽ 17% ഖത്തറിന്റെ ഗ്യാസ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി കുറഞ്ഞിട്ടുണ്ട്. അത് ഖത്തർ തന്നെയാണ് ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു 17% റിക്കവർ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടർബൈൻ ഫാനുകൾ ഇതൊക്കെ റിപ്പയർ ചെയ്ത് കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് ഇത് ഫംഗ്ഷനലി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരു 5 മുതൽ 6 വർഷം സമയമെടുക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഖത്തർ ഇറാന്റെ അടുത്ത് യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിച്ച് നയപരമായി നീങ്ങാമെന്നാണ് ഉപദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.